ലോകത്തെ അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഭഗവാൻ ശിവൻ സ്വീകരിച്ച അവതാരമാണ് നടരാജനെന്ന് വിശ്വസിക്കപ്പെടുന്നു. താണ്ഡവ നൃത്ത മാതൃകയിലാണ് നടരാജനെ പ്രതിഷ്ഠിക്കുന്നത്. ഈ നൃത്തത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ നാസ്തികരായ ഏതാനും ഋഷികളെ നേരിടാൻ ശിവനും സ്ത്രീരൂപം ധരിച്ച വിഷ്ണുവും ആദിശേഷനും കൂടി ഒരു വനത്തിലെത്തി. ഋഷികൾ മായാപ്രയോഗം കൊണ്ട് അവരെ എതിർത്തു. ഒരു കടുവയുടെ രൂപം ധരിച്ച് ശിവനെ ആക്രമിക്കാനെത്തിയ ഋഷിയെ ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് നേരിട്ടു. കടുവയെ പിടിച്ച് അതിൻ്റെ തോല് ചിന്തി ഭഗവാൻ ശരീരത്തിൽ ധരിച്ചു. പിന്നീട് ഘോരരൂപിയായ ഒരു സർപ്പമാണ് അദ്ദേഹത്തെ എതിരിട്ടത്. ഭഗവാൻ അതിനെ മെരുക്കി കഴുത്തിലണിഞ്ഞു. അതിനുശേഷം ഹ്രസ്വകായനായ അപസ്മാര എന്ന ഭീകര സത്വം ഓടിയെടുത്തു. ശിവൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ അതിൻ്റെ മുതുകിൽ ചവിട്ടി ഞെരിച്ചാണ് പിന്നീട് നൃത്തം ചെയ്തത്. നടരാജ വിഗ്രഹം 4 കൈകളുള്ള രൂപമാണ്. ഉയർത്തിയ 2 കരങ്ങളിൽ ഒന്നിൽ ഡമരുവും മറുകൈയിൽ അഗ്നിയും പിടിച്ചിരിക്കുന്നു. ഡമരു പിറവിയുടെ ശബ്ദം പുറപ്പെടുവിക്കുമെന്നും അഗ്നി സംഹാരത്തിൻ്റെ സൂചനയാണെന്നും പറയുന്നു. രണ്ടും